അപ്പം ഇന്ന് എന്താ ഞാൻ ഉണ്ടാക്കണേന്ന് അറിയണ്ടേ? ഗ്രീൻ പീസ് ആട്ടോ. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഞാൻ തലേന്ന് കുതിർത്ത് രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിക്കാനിട്ടപ്പോഴേക്കും കുറച്ച് സവാളയും കൂടി ഇട്ടാണ് വേവിച്ച് വെച്ചേക്കണേ. പിന്നെ നമുക്കത് ഒലത്തിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം വെളുത്തുള്ളിയും ഉള്ളിയും വേപ്പിലയും കൂടി ഒന്ന് നല്ലപോലെ വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇത്രയും മതി. നമ്മൾ ഗ്രീൻ പീസ് കറിക്ക് മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഇടാം. അപ്പോൾ എൻ്റെ ഗ്രീൻ പീസ് കറിക്ക് പ്രത്യേകതയുണ്ട്, ഞാൻ അതിൽ കുറച്ച് തേങ്ങയും കൂടി അരക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചൊഴിക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാലായിട്ട് അതിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ തേങ്ങ അരക്കണം. തേങ്ങ അരക്കുമ്പോൾ ആ തേങ്ങയിൽ ഒന്നും ചേർക്കണ്ട, ജീരകം അങ്ങനെയുള്ള ഒരു സാധനം ചേർക്കണ്ട, വെറുതെ അരച്ചൊഴിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്രീൻ പീസ് കറി ഉണ്ട്, പുട്ട് റെഡി ആയിട്ടുണ്ടായി. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.